ജൂലൈ മാസമായി നല്ല കനത്ത മഴയാണല്ലേ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലത്ത് നമ്മൾ ഗാർഡൻ പ്രേമികൾ നേരിടുന്ന ഏറ്റവും വലിയ തലവേദന എന്താണെന്നറിയാമോ? ഇന്നലെ വരെ നല്ല ഉഷാറായി നിന്ന ചെടികൾ പെട്ടെന്നൊരു ദിവസം ഇലകളെല്ലാം മഞ്ഞ നിറമായി തണ്ടുകൾ കറുത്ത് ചീഞ്ഞു പോകുന്നത്. വേരഴുകൽ അല്ലെങ്കിൽ റൂട്ട് റോട്ട് എന്നാണ് ഇതിനെ നമ്മൾ പറയുക. ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെടികൾ ചത്തു പോകാതിരിക്കാൻ ഈ ജൂലൈ മാസം നിങ്ങളുടെ തോട്ടത്തിൽ ചെയ്യേണ്ട 3 അടിയന്തര കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കാരണം അവസാനം മഴക്കാലത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചെറിയ വലിയ അബദ്ധത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചട്ടികളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നതാണ്. മഴവെള്ളം ചട്ടിയിലേക്ക് വീഴുമ്പോൾ അത് ഒട്ടും തങ്ങി നിൽക്കാതെ താഴേക്ക് ഒലിച്ചു പോകണം. ഇതുപോലെ ഒരു കമ്പിയോ അല്ലെങ്കിൽ ചെറിയ കത്തിയോ എടുത്ത് നിങ്ങളുടെ ചട്ടിയുടെ അടിയിലെ ഡ്രെയിനേജ് ഹോളുകൾ അടഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മണ്ണ് അടിഞ്ഞ് പലപ്പോഴും ഈ ദ്വാരങ്ങൾ അടഞ്ഞു പോകാറുണ്ട്. അങ്ങനെ വന്നാൽ വെള്ളം കെട്ടിനിന്ന് വേര് ചീയും. അടുത്തത് പോട്ടിംഗ് മിശ്രിതമാണ്. നിങ്ങളുടെ ചട്ടിയിലെ മണ്ണ് കട്ടിയുള്ളതാണെങ്കിൽ മഴക്കാലത്ത് അത് വലിയ ചതി ചെയ്യും. മണ്ണിൽ ചാണകപ്പൊടിയോ മറ്റ് കനമുള്ള വളങ്ങളോ ഈ സമയത്ത് അധികം ചേർക്കരുത്. പകരം മണ്ണ് ലൂസാകാൻ കുറച്ച് ചകിരിച്ചോറോ കുറഞ്ഞ അളവിൽ മാത്രം, അല്ലെങ്കിൽ മണലോ ഉമിയോ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കയ്യിലുള്ള ഈ ചട്ടി കണ്ടോ? ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ നിമിഷം തന്നെ താഴേക്ക് പോകും. ഇതുപോലെ നിങ്ങളുടെ ചട്ടികളും മാറ്റിയെടുക്കുക. നമ്മളിപ്പോൾ ചട്ടിയുടെ അടിയിലെ വെള്ളം കളയുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും നെഗറ്റീവ് ചിന്തകളും കെട്ടിക്കിടന്നാൽ നമ്മുടെ ജീവിതമാകുന്ന ചെടിയും വാടിപ്പോകും. ആ നെഗറ്റിവിറ്റിയെ ഒഴിവാക്കി കളയാൻ നമ്മൾ ആദ്യം പഠിക്കണം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, മിത, ഇത്രയും കഷ്ടപ്പെട്ട് ഈ മഴയത്തും വെയിലത്തും ഒക്കെ നടക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന്. ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരേ ഒരു മറുപടി, കൃഷി എന്നത് വെറുമൊരു വിനോദമല്ല, അതൊരു മെഡിറ്റേഷനാണ്. നമ്മൾ ഈ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു വിത്ത് പാകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷയാണ് നട്ടുപിടിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നാളെ വരാനിരിക്കുന്ന നല്ലൊരു വിളവെടുപ്പിന് വേണ്ടിയുള്ളതാണെന്ന് ഈ മണ്ണ് നമ്മെ പഠിപ്പിക്കും. തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് വന്നിരിക്കൂ. അത് നിങ്ങളോട് സംസാരിക്കും. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ വാങ്ങുന്ന സന്തോഷത്തേക്കാൾ വലുതാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഒരു പുതിയ ഇലയോ പൂവോ വിരിഞ്ഞു നിൽക്കുന്നത്. അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അതുകൊണ്ട് മനസ്സ് മടുക്കാതെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, ഫംഗസ് ബാധ തടയാം. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുകൊണ്ട് ചെടികളിൽ ഫംഗസ് ബാധ ഭയങ്കര കൂടുതലായിരിക്കും. ഇലകളിൽ കറുത്ത പാടുകൾ വരിക, തണ്ട് കറക്കുക എന്നിവയെല്ലാം കുമിൾ രോഗങ്ങളാണ്. ഇതിന് നമ്മൾ കെമിക്കൽ മരുന്നുകളൊന്നും വാങ്ങേണ്ടതില്ല. നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ വെച്ച് തന്നെ ഇതൊഴിവാക്കാം. ഞാനിവിടെ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി മികച്ചൊരു ആൻറ്റിഫംഗൽ ആണ്. ഇതിൻ്റെ കൂടെ അല്പം കായപ്പൊടി ചേർത്താൽ ഇരട്ടി ഫലമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സാഫ് പോലെയുള്ള കെമിക്കൽ ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ അത് 1 ലിറ്ററിന് 2 ഗ്രാം എന്ന അളവിൽ എടുക്കാം. ഓർഗാനിക് ആണെങ്കിൽ സുഡോമോണാസ് കലക്കി ഒഴിക്കുന്നത് വേരഴുകലിന് ഏറ്റവും മികച്ച പ്രതിവിധിയാണ്. ഇത് ചെടിയുടെ ചുവട്ടിലും ഇലകളിലും നന്നായി തെളിച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ മഴക്കാലത്ത് ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ കുമിൾ രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ചെടികൾക്ക് രോഗം വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും. പുഴുക്കൾ വന്ന് ഇലകൾ തിന്നു തീർക്കുമ്പോൾ ചെടി നശിച്ചു പോയി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലും ഭംഗിയുള്ള പുതിയ തളിരിലകൾ വരും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ തകർന്നു പോകുകയല്ല, മറിച്ച് പുതിയൊരു തുടക്കത്തിന് വേണ്ടി ആഴത്തിൽ വേരോടുകയാണ്. കൃഷി ചെയ്യുന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഒന്നിനും തളർന്നു കൊടുക്കാൻ കഴിയില്ല. കാരണം ഒരു വട്ടം വിത്ത് ചീഞ്ഞു പോയാൽ വീണ്ടും വിത്തിടാനും
ഒരു ചെടി കരിഞ്ഞു പോയാൽ മറ്റൊന്ന് നട്ടുപിടിപ്പിക്കാനുമുള്ള ഒരു വലിയ മനസ്സ് ഈ മണ്ണ് നമുക്ക് തരുന്നുണ്ട്. വീണു പോകുന്നതല്ല പരാജയം, വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പരാജയം. നമ്മളുടെ തോട്ടത്തിലെ ചെടികൾ നമ്മൾ കാവലിരിക്കുന്നത് പോലെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ കാവലിരിക്കണം. പ്രതിസന്ധികൾ വരും, അതിനെയെല്ലാം ഈ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിക്കുന്നത് പോലെ ലളിതമായി നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ കാര്യം ചെടികളുടെ സ്ഥാനം മാറ്റലും പ്രൂണിങ്ങുമാണ്. ചില ചെടികൾക്ക് കനത്ത മഴ ഒട്ടും താങ്ങാൻ കഴിയില്ല. ഉദാഹരണത്തിന് അഡീനിയം, കള്ളിച്ചെടികൾ, അതുപോലെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ, അഗ്ലോണിമ, മണി പ്ലാന്റ് എന്നിവ. ഇങ്ങനെയുള്ള ചെടികളെ ഒട്ടും അടിക്കാതെ മഴ നേരിട്ട് കൊള്ളാത്ത ഷെയ്ഡുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ടെറസിൻ്റെ താഴേക്ക് മാറ്റിവെക്കുക. അതുപോലെ തന്നെയാണ് പ്രൂണിങ്. മഴക്കാലത്ത് ചെടികളുടെ ചുവട്ടിലേക്ക് വെളിച്ചവും കാറ്റും കയറണം. ചുവട്ടിൽ നിൽക്കുന്ന ഉണങ്ങിയ ഇലകളും പഴുത്ത ഇലകളും ഒക്കെ മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ നിന്നായിരിക്കും ഫംഗസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാറ്റും വെളിച്ചവും നന്നായി കിട്ടിയാൽ ഒരു ചെടിയും ചീഞ്ഞു പോകില്ല. അപ്പോൾ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ചില ചെടികളുടെ സ്ഥാനം മാറ്റുന്നതിനെ കുറിച്ചാണ്. കനത്ത മഴ വരുമ്പോൾ അതിജീവിക്കാൻ കഴിയാത്ത ചെടികളെ നമ്മൾ മാറ്റിപ്പാർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ അത്യാവശ്യമാണ് കൂട്ടുകാരെ. ഒരേ സ്ഥലത്ത് തന്നെ മാറ്റങ്ങളില്ലാതെ നിന്നാൽ നമുക്ക് വളരാൻ കഴിയില്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മെ മനസ്സിലാക്കാത്ത മനുഷ്യരിൽ നിന്നും നമ്മെ തളർത്തുന്ന അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ അല്പം മാറി നിൽക്കേണ്ടി വരും. അത് ഒളിച്ചോട്ടമല്ല, മറിച്ച് നമ്മുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു ചെറിയൊരു തയ്യാറെടുപ്പാണ്. ഒരു ചെടി വളരാൻ സമയമെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾക്കും സമയമെടുക്കും. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് നാളെ കൊയ്യുമെന്നത് പ്രകൃതിയുടെ നിയമമാണ്. കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ മണ്ണ് നിങ്ങളെ ഒരിക്കലും പട്ടിണിക്കിടില്ല, നിങ്ങളെ കൈവിടില്ല. ടെറസിലോ മുറ്റത്തോ ഒരു ചെറിയ ചെടി നട്ടുപിടിപ്പിക്കാൻ ഒരല്പം സ്ഥലം കണ്ടെത്താൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾക്കും സാധിക്കും. മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ കഴിയുന്ന രീതിയിൽ ഈ ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുക. നാളത്തെ ഒരു നല്ല പുലരിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ വലിയ ചെറിയ അബദ്ധം എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. മഴക്കാലത്ത് ചെടികൾക്ക് നൈട്രജൻ മഴവെള്ളത്തിൽ നിന്ന് ധാരാളം കിട്ടും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വൻതോതിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതോ കട്ടി കൂടിയ ജൈവവളങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടിയുടെ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ജൈവവളം തന്നെയാണ് എങ്കിൽ കൂടി അത് ഫിഷ് കമ്പോസ്റ്റായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും മഴക്കാലത്ത് കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കിടിലൻ വീഡിയോകളായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസ് കറക്റ്റായിട്ട് ചാനലിൽ വരും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുവരേക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.